പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്കറിയ. കൊടുവള്ളി നെടുമല ഹിൽ പാർക്ക് കേട്ടോ. ഒരു 2-3 തവണ ഹിൽ പാർക്കിൻ്റെ വീഡിയോസ് ഞാനിവിടെ വരുമ്പോൾ എടുത്തിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഓരോ ടൈമിലും ഓരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 രൂപ ഇതിൻ്റെ ഓണർ സംസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 20 രൂപയുടെ ഫെസിലിറ്റി നമുക്കവർ തരും. ഇപ്പോൾ തന്നെ കണ്ടോ, ഇത്ര രാവിലെ 9 മണി മുതൽ പിടിച്ച് രാത്രി 9 മണി വരെ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും റൈഡുകൾ ഫ്രീ ആണ്. ഇത് കേരളത്തിൽ മറ്റെവിടെ ഒരു പാർക്കിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വേറെ എവിടെ ഇല്ലാത്തൊരു സംവിധാനമാണ് ഹെലികോപ്റ്റർ സർവീസ്. അതിപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ AC ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA, അതുപോലെ തന്നെ കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി മാഡം, പിന്നെ നമ്മുടെ കൊടുവള്ളി മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ദു വെള്ളാര, ഇവരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ കൊടുവള്ളിയിലെ ഹിൽ പാർക്ക് ഏറ്റവും മനോഹരമായി നിർമ്മിച്ച, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുന്ന, ഏറ്റവും ശ്രദ്ധേയമായ പല കാര്യങ്ങളിലും കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹൈറ്റുള്ള നമ്മുടെ ഒരുപാട് ഉപകരണങ്ങൾ കുട്ടികൾക്ക്, അതുപോലെ നമ്മുടെ ഒരു വാട്ടർ DJ, അങ്ങനെയൊക്കെ സ്പെഷ്യാലിറ്റികൾ ഒരുപാടുള്ളൊരു പാർക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികൾ അവരുടെ വെക്കേഷൻ ചിലവഴിക്കാനൊക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന, അവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഹിൽ പാർക്ക്. ഞാൻ ഇന്ന് 4 വർഷം മുമ്പേ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴാണ് എത്തിയത്. ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ നാട്ടിലെ സംരംഭകർ നമ്മുടെ നാടിനു വേണ്ടി നടത്തുന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്താതെ, പ്രകൃതിയെ ടച്ച് ചെയ്യാതെ, അതിൻ്റെ ഏറ്റവും തനതായ രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ ഭംഗിയും ആവാഹിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ആശംസകളും. അപ്പോൾ ഇന്നിപ്പോൾ നിരവധി വിശിഷ്ട അതിഥികൾ വരുന്നുണ്ട്. മൊയ്തീൻ കുട്ടിക്ക് അല്ലേ, ഫസ്റ്റ് മുനിസിപ്പാലിറ്റി പിന്നെ കൗൺസിലറായിരുന്നു, അതുപോലെ പഞ്ചായത്ത് അന്ന് 2005-10 അന്നത്തെ പഞ്ചായത്തിലെ മെമ്പർ കൂടിയായിരുന്നു. ഇപ്പൊ മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു. മകന്റെ ഭാര്യയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. അതുപോലെ കുന്നമംഗലം പഞ്ചായത്ത് ഈ പ്രദേശത്ത് ഉൾപ്പെടുന്ന വാർഡിന്റെ മെമ്പർ ചന്ദ്രകൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട CP മൊയ്തീൻ സാഹിബ്, സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഓണർ അല്ലെങ്കിൽ ഇതുമായി ഇത്രയും നല്ലൊരു സംവിധാനം ഈ പ്രദേശത്തിന് ഒരുക്കിയ പ്രിയപ്പെട്ട സംസ്ഥ സ്നേഹപൂർവ്വം ഔപചാരികർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന ആളുകളൊക്കെ പ്രഗത്ഭരായ ആളുകളാണ്, ഹൃദയമായിട്ട് സ്നേഹത്തോടെ ഇതിലേക്ക് ക്ഷണിക്കട്ടെ. ഒരു കുടുംബ സദസ്സ് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചതാണ്. ഇത്ര മനോഹരമായിട്ട് നമ്മുടെ നാട്ടിൽ ഓൺട്രപ്രണേഴ്സ് റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളത്. കാരണം ഇത് നമ്മുടെ ഒരു നാടിനെ മെച്ചായി മാറ്റുന്ന വലിയ ഇടപെടലാണ്. ഇത്തരം സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ഏതെല്ലാം തരത്തിലാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ പ്രധാനമായി ലഭിക്കുന്നത്, അതിൻ്റെ വിഹിതം ലഭിക്കുന്നത് ഒരു നാടിനാണ്. ഒരു സംരംഭം വന്നാൽ അതിൻ്റെ ഗുണഭോക്താവ് അത് തുടങ്ങുന്ന ആളല്ല,
അത് ലഭിക്കുന്ന തൊഴിൽ ലഭിക്കുന്ന അവസരം ലഭിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. കാരണം ഒരു ഇൻവെസ്റ്റർക്ക് ഇത് ആറുമായി കിട്ടുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 കൊല്ലം എടുക്കും അല്ലേ? പക്ഷേ ആ നാട്ടിലെ ആളുകൾക്ക് അപ്പോൾ തന്നെ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നാട്ടിൽ ഏത് സംരംഭം ഏർപ്പെടും ആ സംരംഭം വരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ജനപ്രതിനിധികളായ നമ്മളെ ഉത്തരവാദിത്തമാണ്, നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്, നമ്മളെല്ലാം പൊതു ഉത്തരവാദിത്തം. കാരണം ഇവിടെ പഠിക്കുന്ന സംരംഭകരാണ്, നമ്മൾ നല്ല യൂണിവേഴ്സിറ്റിയിലാണ്, ഇവിടെ നല്ല സംരംഭകരില്ല. അപ്പൊ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വൈസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ മാറുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളുണ്ടാകും. ഇത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഉദ്ഘാടനത്തോട് അനുബന്ധമായിട്ട് അടിപൊളി ചായ, ചൂട് പപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ? നിങ്ങളെ പേരെന്തായിരുന്നു? നാസർ. ഇവിടെ തന്നെ? നിങ്ങളോ? പേരെന്താ? ഞാൻ വയനാട്ടിലാണ്. ആ യൂട്യൂബിലല്ലേ? ആ ടൈറ്റാനിക് ഉണ്ടല്ലേ? ഉണ്ടാക്കിയതാണ്. അപ്പൊ വെള്ളം ചാടും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹെലികോപ്റ്റർ സർവീസ് കേട്ടോ. ഇതല്ല കേട്ടോ, ഇതൊട്ടകാണേ. അപ്പോൾ ഇത് എനിക്ക് കേരളത്തിൽ മറ്റുള്ള കുറേ പാർക്കുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവിടെ അത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു 10-12 അടി ഉയരമുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്ത് നല്ലൊരു താഴ്ചയാണ്, താഴെ ഭാഗത്തേക്ക്. ഇതിവിടെ ഞാൻ വന്നിട്ട് ഇങ്ങനെ കറങ്ങും കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്, ഇപ്പോൾ ആളുകളൊന്നും എത്തിയിട്ടില്ല. ഇതുണ്ട് നിങ്ങൾ, അടിപൊളി മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം തന്നെ കേട്ടോ. ഇത് എന്തായാലും ഹിൽ പാർക്കുകൾ ഓരോ ടൈമിലും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പുതുതായി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊടുവള്ളി നെടുമലയാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാണ്ടല്ലോ ഫുൾ സ്കൈ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ റൗണ്ട് അടിക്കുമ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ കറക്റ്റ് ഹെലികോപ്റ്ററിൽ കൂടി ആകാശത്തിൽ പറക്കുന്ന ദേശീയ സംസുഖ ഒരുപാട് വർഷത്തെ പ്രവാസ